ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലിറ്റ്വേർഡ്സ് നോട്ട്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG കോമൺ ഇംഗ്ലീഷ് പേപ്പർ BA ആൻഡ് MA ഇംഗ്ലീഷ് എന്നിവയുടെ നോട്ട്സും സമ്മറികളും ലിറ്റ്വേർഡ്സ് ഓഫർ ചെയ്യുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ല. തേർഡ് സെമസ്റ്റർ BA BSc കോമൺ കോഴ്സ് റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിലെ ഫസ്റ്റ് പോയം സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇവിടെ നൽകുന്നത്. First of all, short answer questions. Answer the following in 1 or 2 sentences. First question, what does the poet mean by dreadful silence? Dreadful silence എന്നതുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? The dreadful silence refers to the atmosphere of grief and sorrow that envelops the small town after someone's death. ഒരാളുടെ മരണശേഷം ചെറിയ പട്ടണങ്ങളെ വലയം ചെയ്യുന്ന ദുഃഖാന്തരീക്ഷത്തെയാണ് dreadful silence എന്ന ഫ്രേസ് സൂചിപ്പിക്കുന്നത്. Question 2. The river has a soul. What does the poet mean by this expression? The river has a soul. റിവറിന് ഒരു ആത്മാവുണ്ട്, നദിക്കൊരു ആത്മാവുണ്ട്. ഈ പ്രയോഗം കൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? Answer. The poet attributes human-like qualities to the river, suggesting that it possesses a soul, implying a sense of consciousness and spirituality in the river. കവി നദിക്ക് മനുഷ്യ സമാനമായ ഗുണങ്ങൾ, അതായത് നദിക്കൊരു ആത്മാവുണ്ടെന്ന് പറയുന്നു. നദിക്കൊരവബോധവും ആത്മീയതയും ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഇത് പേഴ്സണിഫിക്കേഷന് ഉദാഹരണമാണ്. Question 3. Why the Dutch are placed pointing west? എന്തുകൊണ്ടാണ് മരിച്ചവരെ പടിഞ്ഞാറോട്ട് അഭിമുഖീകരിച്ച് കിടത്തുന്നത്? The Dutch are placed pointing west because it symbolizes the belief that when the soul rises, it will move towards the golden east, signifying the journey towards the afterlife or spiritual realm. ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് സുവർണ കിഴക്കിലേക്ക് നീങ്ങുമെന്ന വിശ്വാസത്തെ പ്രതീകമാക്കിയാണ് മരിച്ചവരെ പടിഞ്ഞാറോട്ട് കിടത്തുന്നത്. ഇത് മരണാനന്തര ജീവിതത്തിലേക്കോ ആത്മീയ മണ്ഡലത്തിലേക്കോ ഉള്ള യാത്രയെ സൂചിപ്പിക്കുന്നു. Question 4. Comment on the expression torrent of grief. Torrent of grief എന്ന പ്രയോഗത്തെക്കുറിച്ച് കമന്റ് ചെയ്യുക. The expression torrent of grief vividly describes the river's flow during the summer, conveying the intensity and overwhelming nature of sorrow and loss, as if the river itself is mourning. ദുഃഖപ്രവാഹം എന്ന പ്രയോഗം വേനൽക്കാലത്ത് നദിയുടെ ഒഴുക്കിനെ വ്യക്തമായി വിവരിക്കുന്നു. നദി വിലപിക്കുന്നെന്ന പോലെ ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും തീവ്രതയെക്കുറിച്ച് അറിയിക്കുന്നു. Question 5. Do you think the poem ends with an optimistic note? If yes, give reasons. ശുഭാപ്തി വിശ്വാസത്തോടാണ് ഈ കവിത അവസാനിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കാരണങ്ങൾ പറയുക. Answer. Yes, the poem ends with an optimistic note as it portrays the desire for a better life after death and longing to be with the gods, suggesting the belief in a higher existence beyond the temporal world. അതെ, ഈ കവിത ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. നശ്വരമായ ഈ ലോകത്തിനപ്പുറമുള്ള ഉയർന്ന അസ്തിത്വത്തിലുള്ള വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന, അതായത് മരണാനന്തരം മെച്ചപ്പെട്ട ജീവിതത്തിനായുള്ള ആഗ്രഹവും ദൈവത്തോടൊപ്പം ആയിരിക്കാനുള്ള ആഗ്രഹവും വെച്ച് പുലർത്തുന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ കവിത അവസാനിക്കുന്നത്. Question number 6. Why do the small towns grow with anxiety for the future? ചെറിയ പട്ടണങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോടുകൂടിയാണ് വളരുന്നത് എന്ന് കവി പറയുന്നു. എന്തുകൊണ്ട്? Small towns are affected by the uncertainties brought about by unexpected deaths and other challenges. This creates a sense of anxiety about what the future holds for the people living there. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മരണങ്ങളാലും മറ്റ് വെല്ലുവിളികളാലും ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളാൽ ചെറുപട്ടണങ്ങൾ പലപ്പോഴും ബാധിക്കപ്പെടുന്നു. അത് ഇവിടെ താമസിക്കുന്നവരുടെ ഭാവി എന്തായിരിക്കുമെന്ന ആശങ്ക ഉണ്ടാക്കുന്നു. Question number 7. Explain the expression sad wreath of tuberoses. Sad wreath of tuberoses എന്നുള്ള പ്രയോഗം വിശദീകരിക്കുക. Sad wreath of tuberoses refers to the garland of tuberose flowers traditionally used in funeral rituals, symbolizing grief and mourning. ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും പ്രതീകമായ ശവസംസ്കാര ചടങ്ങുകളിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ട്യൂബറോസ് പുഷ്പങ്ങളുടെ മാലയെയാണ് സാഡ് റീത്ത് ഓഫ് ട്യൂബറോസ് എന്ന് കവി വിശേഷിപ്പിച്ചത്. അടുത്തതായി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. Question number 1. Comment on the elements of pantheism in the poem. കവിതയിലെ പാന്തേയിസത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള കമൻറ്റ് ചെയ്യുക. Answer.
The poem exhibits elements of pantheism, a belief system that sees the divine or sacred within nature and the universe. പ്രകൃതിയിലും പ്രപഞ്ചത്തിലും ദൈവികവും പവിത്രവുമായ സാന്നിധ്യം കാണുന്ന ഒരു വിശ്വാസ സമ്പ്രദായമാണ് പാന്തേയിസം. അതിൻ്റെ ഘടകങ്ങൾ ഈ കവിതയിലുണ്ട്. The portrayal of the river as having a soul and knowing the immortality of water suggests a spiritual connection between the natural world and human existence. നദിക്ക് ആത്മാവുണ്ടെന്നും ജലത്തിൻ്റെ അനശ്വര നിലനിൽപ്പിനെക്കുറിച്ച് നദിക്കറിയാമെന്നും ചിത്രീകരിക്കുന്നത് പ്രപഞ്ചവും മനുഷ്യൻ്റെ നിലനിൽപ്പും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. The description of the river's flow and its association with grief and the cycles of life and death underscores the idea of nature's eternal presence and its connection to the human experience. നദിയുടെ ഒഴുക്കും ദുഃഖവുമായുള്ള അതിൻ്റെ ബന്ധവും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ചാക്രിക തുടർച്ചയുടെ വിവരണവും പ്രകൃതിയുടെ ശാശ്വത സാന്നിധ്യത്തെയും മനുഷ്യാനുഭവങ്ങളുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ള ആശയത്തിന് അടിവരയിടുന്നു. ദിസ് sense of oneness with nature and the belief in a spiritual essence within it reflects the pantheistic aspects of the poem. പ്രകൃതിയുമായുള്ള ഈ വൺനെസ്, ഏകത്വബോധവും പ്രകൃതിയുടെ ആത്മീയ സത്തയിലുള്ള വിശ്വാസവും കവിതയുടെ പാന്തേയിസ്റ്റിക് വശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. Question number 2. Discuss the literary devices used in the poem. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ ഉപാധികളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ആൻസർ: The poem employs several literary devices to convey its themes effectively. കവിത അതിൻ്റെ പ്രമേയങ്ങൾ, തീംസ് ഫലപ്രദമായി അവതരിപ്പിക്കാൻ നിരവധി ലിറ്റററി ഡിവൈസസ് ഉപയോഗിക്കുന്നു. These devices include imagery as seen in the descriptions like torrent of grief and the shrine of happy pictures, creating vivid mental pictures for the readers. ദുഃഖപ്രവാഹം, ടൊറന്റ് ഓഫ് ഗ്രീഫ്, സന്തോഷ ചിത്രങ്ങളുടെ ദേവാലയം തുടങ്ങിയവ ഇമേജറികളാണ്. ഇവ വായനക്കാർക്ക് ഉജ്ജ്വലമായ മനോചിത്രങ്ങൾ നൽകുന്നു. Personification is used when the poet attributes human-like qualities to the river, stating that it holds its breath and knows about the passage of time. നദി ശ്വാസം അടക്കി നിർത്തുന്നു എന്നും സമയം കടന്നു പോകുന്നതിനെക്കുറിച്ച് നദി അറിയുന്നു എന്നും പ്രസ്താവിക്കുമ്പോൾ പേഴ്സണിഫിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. The use of repetition in the lines "the river has a soul" and "life and death" emphasizes the central themes of spirituality and the cyclical nature of life and death. The river has a soul, life and death എന്നീ വരികളിലെ ആവർത്തനം ആത്മീയതയെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ചാക്രിക സ്വഭാവത്തെയും ഊന്നിപ്പറയുന്നു. Additionally, the contrast between the eternal nature of the river and the impermanence of human life is highlighted through juxtaposition. കൂടാതെ നദിയുടെ ശാശ്വത സ്വഭാവവും മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയും തമ്മിലുള്ള വൈരുദ്ധ്യം ഈ ഒരു താരതമ്യത്തിലൂടെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. Question number 3. Comment on the mood of the poem that highlights the sadness and stagnancy of human world in contrast to the vigor and movement of the natural world. പ്രകൃതിയുടെ ഓജസ്സിനും ചലനത്തിനും വിപരീതമായി മനുഷ്യ ജീവിതത്തിലെ ദുഃഖവും സ്തംഭനാവസ്ഥയും ഉയർത്തിക്കാട്ടുന്ന കാവ്യഭാവത്തെക്കുറിച്ച് കമന്റ് ചെയ്യുക. The mood of the poem is contemplative and reflective, highlighting the somber aspects of human existence in small towns. കവിതയുടെ ഭാവം ചിന്തനീയവും പ്രതിഫലനപരവുമാണ്, റിഫ്ലക്റ്റീവ് ആണ്. ചെറുപട്ടണങ്ങളിലെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ശോചനീയമായ വശങ്ങൾ ഇവ എടുത്തു കാണിക്കുന്നു. The poet evokes a sense of sadness and stagnancy by portraying small towns as places where life and death are constant companions and the rituals associated with death are the only permanent aspects of life. ചെറുപട്ടണങ്ങളെ ജീവിതവും മരണവും സന്തത സഹചാരികളാകുന്ന ഇടങ്ങളായി ചിത്രീകരിച്ച് മരണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ജീവിതത്തിന്റെ ശാശ്വത ഭാവങ്ങൾ മാത്രമായി ചിത്രീകരിച്ച് കവി സങ്കടത്തിന്റെയും നിശ്ചലതയുടെയും സ്റ്റാഗ്നൻസിയുടെയും വികാരം ഉണർത്തുന്നു. The repetitive cycle of birth and death in the human world stands in contrast to the vigor and movement of the natural world represented by the ever-flowing river. മനുഷ്യലോകത്ത് ആവർത്തിച്ചുള്ള ജനന മരണ ചക്രം പ്രകൃതി ലോകത്തിന്റെ ഓജസ്സിനും ചലനത്തിനും വിപരീതമായി നിലകൊള്ളുന്നു.
എപ്പോഴും ഒഴുകുന്ന നദി ഇതിനെ പ്രതിനിധീകരിക്കുന്നു. ദിസ് കോൺട്രാസ്റ്റ് underscores the transient and fleeting nature of human life while emphasizing the eternal and timeless essence of nature. ഈ ഒരു വൈരുദ്ധ്യം മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികവും നൈമിഷികവുമായ സ്വഭാവത്തെ അടിവരയിടുന്നു. അതേസമയം പ്രകൃതിയുടെ ശാശ്വതവും കാലാതീതവുമായ സത്തയെ കവിത ഊന്നൽ നൽകുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് എസ്സേ ക്വസ്റ്റ്യനാണ്. എസ്സേ ക്വസ്റ്റ്യൻസ് 300 വാക്കോളം വരുന്ന ദൈർഘ്യമുള്ളതായിരിക്കണം. Question 1. Life and death. Life and death. Only the rituals are permanent. Comment on the eternity of nature in contrast to the temporality of human existence discussed in the poem. കവിതയിൽ നിന്നുള്ള വരികൾ തന്നിട്ടുണ്ട്. കവിതയിൽ ചർച്ച ചെയ്യുന്ന മനുഷ്യ അസ്തിത്വത്തിൻ്റെ നശ്വരതയിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതിയുടെ അനശ്വരതയെക്കുറിച്ച് കമൻ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. ആൻസർ: In the poem Small Towns and the River by Mamandai, the theme of the eternity of nature and the temporality of human existence is beautifully explored through the lines life and death, life and death. Only the rituals are permanent. മമന്തയുടെ സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ എന്ന കവിതയിൽ ലൈഫ് ആൻഡ് ഡെത്ത് ഓൺലി ദ റിച്വൽസ് ആർ പെർമനൻറ്റ് എന്ന വരികളിലൂടെ പ്രകൃതിയുടെ അനശ്വരതയും മനുഷ്യാസ്തിത്വത്തിൻ്റെ താൽക്കാലികതയും എന്ന പ്രമേയം മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. The poet contemplates the unchanging nature of the river and the cyclical patterns of life and death in small towns, drawing a stark contrast between the eternal essence of nature and the fleeting nature of human life. പ്രകൃതിയുടെ ശാശ്വതമായ സത്തയും മനുഷ്യജീവിതത്തിലെ ക്ഷണികമായ സ്വഭാവവും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രകടമാക്കിക്കൊണ്ട് നദിയുടെ മാറ്റമില്ലാത്ത സ്വഭാവത്തെയും ചെറുപട്ടണങ്ങളിലെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാക്രിക രീതികളെയും കുറിച്ച് കവി ചിന്തിക്കുന്നു. ത്രൂ വിവിഡ് ഇമേജറി ആൻഡ് പേഴ്സണിഫിക്കേഷൻ ഓഫ് ദ റിവർ, Dai emphasizes the profound connection between the natural world and human existence, inviting readers to reflect on the eternal and transient aspects of life. നദിയുടെ ഉജ്ജ്വലമായ ഇമേജറികളിലൂടെയും പേഴ്സണിഫിക്കേഷനിലൂടെയും മമന്തായ് പ്രകൃതിയും മനുഷ്യൻ്റെ അസ്തിത്വവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ ഊന്നിപ്പറയുന്നു. ജീവിതത്തിൻ്റെ ശാശ്വതവും ക്ഷണികവുമായ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വായനക്കാരെ ക്ഷണിക്കുന്നു. The poem portrays small towns as places where the rhythms of life and death are ever present. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തുടിതാളം എന്നും നിലനിൽക്കുന്ന ഇടങ്ങളായി ചെറുപട്ടണങ്ങളെ കവിത ചിത്രീകരിക്കുന്നു. The towns with their unchanging landscape amidst the trees and unchanged seasons serve as a constant reminder of the cycle of life and death. മരങ്ങൾക്കും മാറ്റമില്ലാത്ത ഋതുക്കൾക്കും ഇടയിൽ മാറാത്ത ഭൂപ്രകൃതിയുള്ള ചെറുപട്ടണങ്ങൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ആവൃത്തിയെക്കുറിച്ചുള്ള നിരന്തര ഓർമ്മപ്പെടുത്തലായി തീരുന്നു. The recent deaths in the town fills the atmosphere with a dreadful silence, highlighting the temporality of human existence. ഈയിടെ പട്ടണത്തിൽ നടന്ന മരണം മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ താൽക്കാലികതയെ ഓർമ്മിപ്പിക്കും വിധം അവിടം ഭയാനകമായ നിശബ്ദതയാൽ നിറയ്ക്കുന്നു. The sad wreath of tuberoses symbolizes the mourning and grief that accompany death. Sad wreath of tuberose മരണത്തോടൊപ്പമുള്ള വിലാപത്തെയും സങ്കടത്തെയും സൂചിപ്പിക്കുന്നു. In these small towns, life and death seem to coexist, and the only permanence lies in the rituals associated with these inevitable aspects of human life. ഈ ചെറിയ പട്ടണങ്ങളിൽ ജീവിതവും മരണവും ഒരുമിച്ച് സാന്നിധ്യം അറിയിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ മാത്രമാണ് ഇവിടെ ശാശ്വതമായി നിലനിൽക്കുന്നത്. The river is personified by the poet as having a soul, represents the eternity of nature. പ്രകൃതിയുടെ ശാശ്വത നിലനിൽപ്പിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ആത്മാവുള്ളതായി കവി റിവറിനെ പേഴ്സണിഫൈ ചെയ്യുന്നു. The rivers flow during the summer, likened to a torrent of grief, hints at the river's empathetic connection with human emotions. വേനൽക്കാലത്തെ നദിയുടെ ഒഴുക്ക് ദുഃഖത്തിൻ്റെ പ്രവാഹത്തോട് ടൊറന്റ് ഓഫ് ഗ്രീഫിനോട് ഉപമിച്ചുകൊണ്ട് നദിക്ക് മനുഷ്യവികാരങ്ങളുണ്ടെന്ന് കവി സൂചിപ്പിക്കുന്നു. At times it seems as if the river holds its breath, seeking a land of fish and stars, suggesting a spiritual aspect to its existence.
ചില സമയങ്ങളിൽ നദി അതിൻ്റെ ശ്വാസം അടക്കി പിടിക്കുന്നതായും മത്സ്യങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നാട് തേടുന്നതായും അതുവഴി നദിയുടെ അസ്തിത്വത്തിന് ഒരു ആത്മീയമായ വശമുണ്ടെന്നും കവി പറയുന്നു. The river stretches past the town, witnessing the entire cycle of water from the first raindrop to the mist on mountain tops. ആദ്യത്തെ മഴത്തുള്ളി മുതൽ മലമുകളിലെ മഞ്ഞുതുള്ളി വരെയുള്ള മൂടൽമഞ്ഞ് വരെയുള്ള മുഴുവൻ ജലചക്രത്തിനും സാക്ഷ്യം വഹിക്കുന്ന നദി പട്ടണത്തെ മറികടന്ന് ഒഴുകി പോകുന്നു. The portrayal of the river's knowledge of its own immortality emphasizes its eternal nature, contrasting with the transient lives of humans. നദിയുടെ സ്വന്തം അനശ്വരതയെക്കുറിച്ചുള്ള അറിവിൻ്റെ ഈ ചിത്രീകരണം അതിൻ്റെ ശാശ്വത സ്വഭാവത്തെ എംഫസൈസ് ചെയ്യുന്നു. ഇത് മനുഷ്യരുടെ ക്ഷണികമായ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമാണ്. The poet's use of personification, where the river is endowed with human-like qualities, evokes a sense of spirituality and interconnectedness between the natural world and the human beings. നദിക്ക് മനുഷ്യ സമാനമായ ഗുണങ്ങൾ നൽകിക്കൊണ്ട് കവി നദിയെ പേഴ്സണിഫൈ ചെയ്യുക വഴി പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള സ്പിരിച്വലായിട്ടുള്ള അതേപോലെ പരസ്പര ബന്ധത്തിൻ്റെയും ബോധത്തെ ഇത് ഉണർത്തുന്നു. The river with its soul and consciousness becomes a symbol of eternal and timeless essence of nature. നദി അതിൻ്റെ ആത്മാവും കോൺഷ്യസ്നെസ്സും ബോധവും കൊണ്ട് പ്രകൃതിയുടെ ശാശ്വതവും കാലാതീതവുമായ സത്തയുടെ പ്രതീകമായി മാറുന്നു. ഇൻ കോൺട്രാസ്റ്റ്, the small towns represent the human world fraught with uncertainties and anxieties about the future. നേരെ മറിച്ച് മനുഷ്യലോകത്തെ പ്രതിനിധീകരിക്കുന്ന ചെറിയ പട്ടണങ്ങൾ സ്മോൾ ടൗൺസ് ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും ഉത്കണ്ഠകളും നിറഞ്ഞതാണ്. Placing the dead facing west signify their journey towards the golden east, reflects the human longing for a higher existence beyond the temporal realm. മരിച്ചവരെ പടിഞ്ഞാറോട്ട് അഭിമുഖമായി വെക്കുന്നത് വഴി സുവർണ കിഴക്ക് ഭാഗത്തേക്കുള്ള അവരുടെ യാത്രയെ സുഗമമാക്കുന്നു. ഭൂമിയിലെ നശ്വരമായ ജീവിതത്തിനപ്പുറം മരണാനന്തര ജീവിതമെന്ന ഉയർന്ന ഒരു ജീവിതത്തിനായുള്ള മനുഷ്യരുടെ ആഗ്രഹത്തെ ഇത് സൂചിപ്പിക്കുന്നു. The imagery of the cool bamboo restored in sunlight emphasizes the significance of life in the natural world. സൂര്യപ്രകാശത്തിന്റെ ചൂടേറ്റ് പൂർവ്വസ്ഥിതിയിലെത്തിയ തണുത്ത മുള എന്ന ഒരു ഇമേജറി പ്രകൃതിയിലെ ജീവിതത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. In the face of stagnancy and sadness of the human world, life matters in the vibrant and dynamic natural environment. മനുഷ്യലോകത്തിന്റെ സ്തംഭനാവസ്ഥയ്ക്കും ദുഃഖത്തിനു മുന്നിൽ ഊർജ്ജസ്വലവും ചലനാത്മകവുമായ പ്രകൃതിയിൽ ജീവൻ വളരെ പ്രധാനമാണ്. The desire of people in small towns to walk with the gods showcases their aspiration for spiritual transcendence, seeking a connection with the eternal essence represented by the river. ദൈവങ്ങളോടൊപ്പം നടക്കാനുള്ള ഒരാഗ്രഹം വെച്ച് പുലർത്തുക വഴി ചെറിയ പട്ടണങ്ങളിലെ ആളുകൾ നദി പ്രതിനിധീകരിക്കുന്ന ശാശ്വതമായ സത്തയുമായി ബന്ധം തേടുകയാണ്. ഇത് അവരുടെ ആത്മീയ ഉന്നതിക്കുള്ള ആഗ്രഹത്തെ കാണിക്കുന്നു. സ്മോൾ ടൗൺസ് and the river by Mamangdai delves into the contrast between the eternity of nature and the temporality of human existence. മമങ്ദായിയുടെ സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ എന്ന കവിത പ്രകൃതിയുടെ അനശ്വരതയും മനുഷ്യന്റെ നിലനിൽപ്പിന്റെ താൽക്കാലികതയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ പഠിക്കുന്നു. Through the personification of the river and the portrayal of small towns, the poet beautifully captures the cyclical patterns of life and death and the enduring essences of nature. നദിയെ പേഴ്സണിഫൈ ചെയ്യുന്നതിലൂടെ പട്ടണങ്ങളുടെ ചിത്രീകരണത്തിലൂടെയും കവി ജീവിതത്തിന്റെയും മരണത്തിന്റെയും നിരന്തര തുടർച്ചകളും പ്രകൃതിയുടെ സ്ഥായിയായ സത്തയും മനോഹരമായി പകർത്തുന്നു. The eternal river stands in contrast to the fleeting lives of humans, inviting readers to contemplate their place in the larger universe and the interconnectedness between the natural world and the human experience. ശാശ്വതമായ നദി മനുഷ്യരുടെ നൈമിഷിക ജീവിതത്തിന് വിപരീതമായി നിലകൊള്ളുകയും വിശാലമായ പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ സ്ഥാനം മനസ്സിലാക്കാനും പ്രകൃതിയും മനുഷ്യന്റെ അനുഭവവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാനും വായനക്കാരെ പ്രേരിപ്പിക്കുന്നു. The poem serves as a poignant reminder of the impermanence of life and the eternal presence of nature, encouraging us to find solace and meaning in the timeless rhythms of the world around us. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ കാലാതീതമായ താളങ്ങളിൽ ആശ്വാസവും അർത്ഥവും കണ്ടെത്താൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ജീവിതത്തിന്റെ നശ്വരതയും പ്രകൃതിയുടെ ശാശ്വത സാന്നിധ്യത്തെയും കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഈ കവിത വർത്തിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.